പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുകയാണ്. അടിയും തിരിച്ചടിയും തുടരുമ്പോൾ സമാധാന ചർച്ചകളും ഇതിനൊപ്പം സജീവമാവുകയാണ്. ഇറാൻ സംഘം നാളെ പാകിസ്ഥാനിലെത്തി നിർണായക ചർച്ചകൾ നടത്താനിരിക്കെയാണ് മേഖലയിൽ പുതിയ സൈനിക നീക്കങ്ങളും ആക്രമണങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ ഒരു പ്രസ്താവനയാണ് ലോകത്തിന്റെ ശ്രദ്ധ നേടുന്നത്. പുതിയ പരമോന്നത നേതാവായി മാർച്ചിൽ ചുമതലയേറ്റ മൊജ്തബ ഖമനേയിയുമായി ഇതുവരെ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി. ജവാദ് മൊഗൂയിയുമായുള്ള പോഡ്കാസ്റ്റ് അഭിമുഖത്തിലായിരുന്നു അരാഗ്ചിയുടെ വെളിപ്പെടുത്തൽ. പരമോന്നത നേതാവായ മൊജ്തബ ഖമനേയിയെ ഇതുവരെ നേരിൽ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് ആളുകൾക്കാണ് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നായിരുന്നു അരാഗ്ചിയുടെ വെളിപ്പെടുത്തൽ. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ട തെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള കെട്ടിടത്തിന് നേരെ നടന്ന ആക്രമണം ആഭ്യന്തര സുരക്ഷാ വീഴ്ചയിലൂടെയാണ് സംഭവിച്ചതെന്ന് അരാഗ്ചി വെളിപ്പെടുത്തി. ആ സുരക്ഷാ പോരായ്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അരാഗ്ചി കൂട്ടിച്ചേർക്കുന്നു. പരമോന്നത നേതാവിനെ ലക്ഷ്യമിട്ടാൽ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനുള്ള പദ്ധതി ആദ്യ ദിവസം മുതൽ തന്നെ തയ്യാറായിരുന്നുവെന്നും അരാഗ്ചി വെളിപ്പെടുത്തുന്നു. ഞാൻ മേഖലയിലെ വിദേശകാര്യ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ടു. അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്നും അത് അമേരിക്കയ്ക്കെതിരെയുള്ള നടപടിയായിരിക്കുമെന്നും അവരെ അറിയിക്കുകയും ചെയ്തതായി അരാഗ്ചി വ്യക്തമാക്കി. യുദ്ധത്തിന്റെ ദിവസങ്ങളിൽ താനും വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി മന്ത്രിമാരും ഓഫീസ് വിട്ടു പോയിരുന്നില്ല എന്നും അരാഗ്ചി വെളിപ്പെടുത്തുന്നു. ദിവസവും മണിക്കൂറുകളോളം നഗരത്തിലുടനീളം വാഹനത്തിൽ സഞ്ചരിക്കേണ്ടി വന്നു. മൊബൈൽ ഫോൺ പോലും മാറ്റിവെക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നുവെന്നും അരാഗ്ചി കൂട്ടിച്ചേർത്തു. ഇറാന്റെ സൈനിക തയ്യാറെടുപ്പുകളെക്കുറിച്ച് അരാഗ്ചി വെളിപ്പെടുത്തി. 2025 ജൂണിലെയും 26 ഫെബ്രുവരിയിലെയും 2 യുദ്ധങ്ങൾക്കിടയിലുള്ള 8 മാസത്തിനിടെ മിസൈൽ ലോഞ്ചർ സംവിധാനം പൂർണ്ണമായി നവീകരിച്ചുവെന്നായിരുന്നു അരാഗ്ചിയുടെ വെളിപ്പെടുത്തൽ. എത്ര മിസൈലുകൾ പ്രയോഗിച്ചാലും ശേഖരം തീരാത്ത രീതിയിലാണ് സംവിധാനം പുനഃസംഘടിപ്പിച്ചതെന്നും അരാഗ്ചി അവകാശപ്പെട്ടു. യുദ്ധത്തിന് മുമ്പ് ഫെബ്രുവരിയിൽ അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവരുമായി നടത്തിയ ചർച്ചയെക്കുറിച്ചും വെളിപ്പെടുത്തലുകളുണ്ടായി. ഏത് നിമിഷവും ബോംബാക്രമണം നടക്കാമെന്ന ഭീഷണിക്കിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നായിരുന്നു ഞാൻ വിറ്റ്കോഫിനോട് ചോദിച്ചത്. സമ്പൂർണ്ണ സൈനിക വിജയം നേടാനുള്ള ശേഷിയില്ലെങ്കിൽ ചർച്ചകളിലേക്ക് പോകേണ്ടി വരുമെന്നും അരാഗ്ചി പ്രതികരിച്ചു. എന്നാൽ സൈനിക രംഗത്ത് മേൽക്കോയ്മ നേടിയ ശേഷമേ ചർച്ചകൾ നടത്താവൂ എന്നും അരാഗ്ചി കൂട്ടിച്ചേർത്തു. പരമോന്നത നേതാവിന്റെ നീണ്ട അഭാവം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണെന്ന് ചില വിമർശകർ പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മൊജ്തബ എവിടെ എന്ന ചോദ്യം കുറച്ചു നാളുകളായി ഇറാനോട് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നതാണെങ്കിലും അതിന് കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. മുൻ പരമോന്നത നേതാവ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിലും മൊജ്തബ എത്താതിരുന്നത് വൻ ചർച്ചകൾക്ക് കാരണമായിരുന്നു. ഇറാന്റെ നിലവിലെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി 90% ഇല്ലാതായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ട്രംപ് ഇത്തരം ഒരു പരാമർശം നടത്തിയത്. ഇസ്രയേൽ US ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വം തകർന്നെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അതേസമയം മൊജ്തബ ഇറാനിലില്ല എന്ന് ഇസ്രയേൽ സുരക്ഷാ വൃത്തങ്ങൾ അറിയിക്കുന്നു. സൗദി അറേബ്യ ആസ്ഥാനമായുള്ള മാധ്യമമാണ് ഇസ്രയേൽ സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഖമനേയി എവിടെയെന്ന് റിപ്പോർട്ടുകളിലില്ല. പരമോന്നത നേതാവായി ചുമതലയേറ്റ ശേഷം മൊജ്തബ പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തുവരുന്ന പ്രസ്താവനകൾ പുതിയ IRGC മേധാവിയും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്നാണ് തയ്യാറാക്കുന്നതെന്നും ഇസ്രയേൽ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു. ഇറാനിൽ ആഭ്യന്തര ഭിന്നത രൂക്ഷമാണെന്നും അത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന സാഹചര്യമാണെന്നും സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനാൽ മൊജ്തബ എവിടെ എന്ന ചോദ്യം ഇവിടെ നിർണായകമായ ഒന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.